തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മൊഴി നൽകാനായി പോലീസ് ക്ലബ്ബിലെത്തി. പോലീസ് സുരക്ഷയിലാണ് സതീഷ് മൊഴി നൽകാനെത്തി. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിലാണ് അന്വേഷണ സംഘം നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തിരൂർ സതീഷ് എപ്പോഴാണ് എത്തിയത്? മൊഴിയെടുപ്പ് തുടങ്ങിയോ? എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് ബി.ജെ.പി. നേതാക്കളെയും ബി.ജെ.പിയെയും പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷ് നേരത്തെ നടത്തിയിരുന്നത്. ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം തുടരന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ച് ഇന്നലെ ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വി.കെ. രാജുവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സതീഷിനെ മൊഴിയെടുക്കുന്നത്. സതീഷ് മൊഴിയെടുക്കാൻ അല്പം മുമ്പാണ് പോലീസ് ക്ലബ്ബിൽ എത്തിച്ചേർന്നത്. തൻ്റെ കയ്യിലുള്ള നിർണായക തെളിവുകൾ ഫയലിലാക്കിക്കൊണ്ടാണ് സതീഷ് ഈ മൊഴി നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് താൻ നേരത്തെ എന്തൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നോ ആ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴിയായി നൽകുമെന്നും അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റമോ ഉണ്ടാവുകയില്ല എന്നും ആണ് സതീഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. തന്നെ പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അധിക പവർ ഉപയോഗിച്ചുകൊണ്ടോ തന്നെ ആർക്കും വിലയ്ക്ക് വാങ്ങാൻ കഴിയുകയില്ല എന്നും ഇന്നലെ മാധ്യമങ്ങളോട് സതീഷ് വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ആ തെളിവുകളാണ് ഫയലിലാക്കി കൊണ്ടുവന്നത് എന്നാണ് സതീഷ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് തെളിവുകൾ നൽകിയത് എന്നുള്ളത് സംബന്ധിച്ചും മൊഴിയിൽ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്നാണ് സതീഷ് പറഞ്ഞിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം 8 അംഗ അന്വേഷണ സംഘമാണ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘമായി ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ചിട്ടുള്ളത്. അത് ഹെഡ് ചെയ്യുന്നത് തൃശൂർ DCP സുദർശനാണ്. ആ സംഘത്തിനകത്ത് നേരത്തെ ഈ കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചിരുന്ന ACP വി.കെ. രാജു കൂടെയുണ്ട്. അപ്പോൾ വി.കെ. രാജുവാണ് ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കൊടകര പോലീസ് സ്റ്റേഷനിലെ SHOയും മറ്റ് ഈ ടീമിനകത്തുള്ള ക്രൈംബ്രാഞ്ചിലെ തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥരും ഇതിനകത്തുണ്ട്. എക്കണോമിക് ആൻഡ് ഒഫൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന ഒരു 8 അംഗ ടീമാണ് ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. മൊഴി കൃത്യമായി വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന നടപടിയും നടക്കുകയാണ്. ഏതായാലും നേരത്തെ സതീഷ് പറഞ്ഞിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും ധർമ്മരാജും കർണാടകത്ത് നിന്ന് കേരളത്തിലേക്ക് ഈ കുഴൽപ്പണം കൊണ്ടുവന്ന ധർമ്മരാജും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് തൃശൂർ ജില്ലാ ഓഫീസിലേക്ക് ബി.ജെ.പിയുടെ ജില്ലാ ഓഫീസിലേക്ക് 9 കോടി രൂപ ചാക്കുകളിലായി 6 ചാക്കുകളിലായി കൊണ്ടുവന്നത്. ആ പണം ആർക്കൊക്കെ എടുത്തുകൊണ്ട് പോയി, ആർക്കൊക്കെയാണ് ആ പണം കൊടുത്തത്, അത് എപ്പോഴൊക്കെയായി കൊടുത്തു, എത്ര വീതം കൊടുത്തു എന്ന് തനിക്കറിയാമെന്നാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതെന്താണ്, ആർക്കൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദീകരണമായിരിക്കും ഇപ്പോൾ ഈ മൊഴി നൽകുന്നതിലൂടെ സതീഷ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ കയ്യിലുള്ള രേഖകൾ, ഇത് ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്, അത് ആ രേഖകൾ തൻ്റെ കയ്യിലുണ്ട്. ആ രേഖകൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പേ ഹാജരാകും. ഈ നൽകുന്ന മൊഴിയോ അല്ലെങ്കിൽ സതീഷ് പറയുന്ന കാര്യങ്ങളിലോ കൂടുതൽ അന്വേഷണം ആവശ്യമാണെങ്കിൽ മാത്രമായിരിക്കും സുരേന്ദ്രനെയും അല്ലെങ്കിൽ ഈ സതീഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെയൊക്കെ പേരുകളാണോ പറയുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയൊക്കെയാണോ തെളിവുകൾ നൽകുന്നത് അവരെയും മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അന്വേഷണ സംഘം വിളിച്ചു ചേർക്കുക. ഈ മൊഴി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അന്വേഷണ സംഘം ആദ്യം ഒരു യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് സതീഷ് എത്തുകയും ഇപ്പോൾ മൊഴി എടുക്കൽ നടപടി ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നത്. സിജു. സുനിൽ, ഈ തുടരന്വേഷണത്തിലേക്കും മൊഴിയെടുപ്പിലേക്കും എത്തിയ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ 2021 നടന്ന സംഭവത്തിൽ 2022 തന്നെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കുകയും 22 ED അടക്കം സംസ്ഥാന പോലീസ് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. അവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നു. പണം കൊണ്ടുവന്നിട്ടുണ്ട്. 9 കോടി രൂപ 6 ചാക്കുകെട്ടുകളിലായി കൊണ്ടുവന്നു. അതിൽ താൻ സാക്ഷിയാണ്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ കെ സുരേന്ദ്രനും അനീഷ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ്. ഇനി ഇക്കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തുമ്പോൾ നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ കെ സുരേന്ദ്രനെ അടക്കം വീണ്ടും വിളിച്ചു വരുത്തേണ്ടി വരും. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അനീഷിനെ അടക്കം വിളിച്ചു വരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ തിരൂർ സതീഷിൻ്റെ മൊഴിയെടുപ്പ് നിർണായകമാവുകയും ചെയ്യുന്നത്.
തീർച്ചയായും. കാരണം ഇന്ന് ഇപ്പോൾ സതീഷ് പറയുന്നത് തൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ അത് വീഡിയോ തെളിവുകളല്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ വീഡിയോ തെളിവുകളല്ല, മറിച്ച് രേഖകളാണ്. അത് രേഖകൾ എന്ന് പറയുന്നത് സതീഷിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് പല BJP നേതാക്കളും തൃശ്ശൂരിലെ പല ഭാഗത്തായി വസ്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രേഖകളായിരിക്കും മിക്കവാറും ഈ ഫയലിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാക്കുന്നത്. കാരണം മറ്റു കാര്യങ്ങൾ സതീഷ് പറയുന്നതിനകത്ത് നിന്ന് തെളിവില്ലെങ്കിൽ ആ കാര്യങ്ങൾ നിൽക്കില്ല. അത് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് കൂടുതൽ പരിശോധനകൾ മാത്രമേ നടത്തേണ്ടതുള്ളൂ അന്വേഷണ സംഘത്തിന്. പക്ഷേ മറിച്ച് ഇനി സതീഷ് പറയുന്ന തെളിവുകൾ സഹിതമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്വേഷണ സംഘം സുരേന്ദ്രനെയും ഈ ധർമ്മരാജിനെയും അതുപോലെ BJP ജില്ലാ അധ്യക്ഷനെയും ഇനി മറ്റാരുടെയെങ്കിലും പേര് ഈ തുക കൈപ്പറ്റി അല്ലെങ്കിൽ ഇവിടെ നിന്ന് പണം എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും പേര് സതീഷ് പറയുകയാണെങ്കിൽ അവരെയും വിളിച്ചു വരുത്തി കൃത്യമായ മൊഴി രേഖപ്പെടുത്തുന്ന തലത്തിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് നിർണായകമായിട്ടുള്ള വാക്കുകളായിരിക്കും മൊഴി രൂപത്തിൽ സതീഷിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പേ ലഭിക്കുക. അതിനകത്ത് നിന്നുള്ള അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിനകത്ത് പറയുന്ന പോയിന്റ്സ്, അതിനകത്ത് നൽകുന്ന മോർ എവിഡൻസ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ അന്വേഷണ സംഘം മറ്റ് തലത്തിലേക്ക് നീങ്ങുക എന്നാണ് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ VK രാജു പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള നടപടികളുമായിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോവുക. സിജു. ശരി, സുനിലാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തിരൂർ സതീഷിനെ മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചു വരുത്തി, അന്വേഷണ സംഘം വിളിച്ചു വരുത്തി. ഇപ്പോൾ പോലീസ് ക്ലബ്ബിൽ മൊഴിയെടുപ്പ് നടക്കുകയാണ്.